ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ക്യാപ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് എത്ര മീറ്റർ തുണി വേണം, തുണി എങ്ങനെയൊക്കെ മടക്കണം, തുണി എത്ര വേണമെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വിശദമായ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിനി നേരെ കട്ടിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ ഒരു പേപ്പറിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 3.5 ഇഞ്ചാണ്, ആം ഹോൾ ലെങ്ത് 6 ഇഞ്ച്, ബോട്ടം വിഡ്ത്ത് 7 ഇഞ്ച്. ഈ ഒരു അളവിലാണ് നമ്മളിപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 17 ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയും വരുന്ന ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് തുണിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 17 ഇഞ്ച് നീളവും വീതിയും എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു പേപ്പറിൽ മെഷർമെൻറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഇവിടെ നോക്കേണ്ടുള്ളത് ബോട്ടം വിഡ്ത്താണ്. കൈക്ക് ചുറ്റുമുള്ള വണ്ണത്തിനെയാണ് ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ കൈക്ക് ചുറ്റുമുള്ള വണ്ണം കിട്ടിയിരിക്കുന്നത് മൊത്തം 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്താണ് ഞാനിവിടെ ബോട്ടം വിഡ്ത്ത് 7 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 8.5 ഇഞ്ചാണ്. ഈ 8.5 ഇഞ്ചിനെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എനിക്ക് 17 കിട്ടുന്നത്. അപ്പോൾ ആ 17 ഇഞ്ചാണ് ഞാനിവിടെ നീളവും വീതിയുമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടം വിഡ്ത്ത് എത്രയാണോ, അതായത് ഫുള്ള് കൈക്ക് ചുറ്റുമുള്ള ബോട്ടം വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ പകുതി കണക്കാക്കുക. എന്നിട്ട് ആ പകുതിയുടെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസ് നിർബന്ധമായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ ആ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് എത്ര മെഷർമെൻറ്റ് കിട്ടിയാലും നിങ്ങൾ 1.5 ഇഞ്ച് തന്നെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു വീണ്ടും ഒരു മെഷർമെൻറ്റ് കിട്ടുമല്ലോ, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവിനായിരിക്കണം നിങ്ങൾ തുണി എടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു 16 ഇഞ്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ലാസ്റ്റ് ഒരു 16 ഇഞ്ചാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ 16 ഇഞ്ചിൽ വേണം നിങ്ങൾ തുണി നീളവും വീതിയും എടുക്കാനായിട്ട്. ഇനി തുണി മടക്കിയിടാം. ആദ്യം ഈ ഒരു തലപ്പ് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ല ലെവലാണോ എന്ന് നോക്കുക. ലെവലല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം തിരിച്ച് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. അതായത് കോണോട് കോൺ വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിടേണ്ടത്. ഇനി ഇതുപോലെ തുണി തിരിച്ചിടുക. ഇപ്പം നമുക്കതാ ഇവിടെ 2 ഫോൾഡായിട്ടായിരിക്കും കിട്ടുന്നത്, ഓപ്പണുമാണ്. അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു സൈഡ് കണ്ടാൽ മൊത്തത്തിൽ ഫോൾഡഡ് ആയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ തുണി മടക്കിയിട്ട് കൊടുക്കാനായിട്ട്. ഇനി തുണിയിലേക്ക് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് 3.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. നിങ്ങൾ 3.5 ഇഞ്ച് ലെങ്ത് തന്നെ എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത്. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാപ് സ്ലീവ് നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് ഫോൾഡഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ കൈ ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രമാണ് നമ്മൾ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും ഇതേപോലെ തന്നെ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതിൽ കൂടാനോ കുറയാനോ പാടില്ല. ഇനി ബോട്ടം വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. ഇവിടെ എനിക്ക് 7 ഇഞ്ചാണ് ബോട്ടം വിഡ്ത്ത് വരുന്നത്. അത് ലൂസ് ഉൾപ്പെടെയുള്ള അളവാണ് 7 ഇഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു 7 ഇഞ്ച് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. 7 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടിയിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മൊത്തം 8 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ബോട്ടം വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ തയ്യൽത്തുമ്പ് വന്ന് നിന്ന് ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലൊന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഈ 1.5 ഇഞ്ച് വന്ന് നിന്ന ആ പോയിന്റിൽ നിന്നും നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് നിർത്തിയ ആ പോയിന്റിലേക്ക് ടേപ്പ് ഇതുപോലെ വെക്കുക. അപ്പോൾ ടേപ്പ് ഇതുപോലെ പിടിച്ച് കഴിയുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ലെങ്തും ബോട്ടം വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്തത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇവിടെ നമുക്ക് 8.5 ഇഞ്ച് തന്നെ ആണോ വരേണ്ടത് എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ ഞാൻ ആം ഹോൾ ലെങ്ത് എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ ആം ഹോൾ ലെങ്ത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇനി അതുകൂടി പറഞ്ഞു തരാം. അതായത് നമ്മൾ
ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്നും താഴേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുമല്ലോ, അതായത് ഒരു എൽ ഷേപ്പിലൊരു ബോക്സ് വരയ്ക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു വരയുടെ ലെങ്താണ് ആം ഹോൾ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. എനിക്ക് വന്നിരിക്കുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ കൂടെ നിങ്ങൾ ഒരു 2.5 ഇഞ്ചും കൂടെ കൂട്ടുക. അപ്പോൾ 6ൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടെ കൂട്ടുമ്പം എനിക്ക് വരുന്നത് ഇവിടെ 8.5 ഇഞ്ചാണ്. അപ്പോൾ ആ കറക്റ്റ് 8.5 ഇഞ്ച് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണത് കറക്റ്റാണെന്ന് നോക്കേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന ആം ലെങ്തിൻ്റെ കൂടെ നിങ്ങളൊരു 2.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ അളവാണ് ടേപ്പ് ഇതുപോലെ വെക്കുമ്പം കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റാണെന്നാണ് അർത്ഥം. ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് ബോട്ടം വിഡ്ത്ത് വന്ന് നിന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, 7 ഇഞ്ച് വന്ന് നിന്ന ആ പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് വരുന്ന ഭാഗം ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ പോയിന്റിൽ നിന്നും നമ്മുടെ ലെങ്ത് വന്ന് നിന്ന ആ പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുത്ത് ജോയിൻ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ വരച്ച ആ ഒരു ലൈനിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക, അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഒരു 7.2 വരുന്നത്. അതിൻ്റെ പകുതി ഞാനൊരു 3.6 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പോയിൻ്റ്, ആ സെൻറ്റർ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ലെങ്ത് വന്ന ആ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലെ ആ ഒരു താഴെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ കർവ് ചെയ്ത് ആ നമ്മുടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് ഇറക്കുക. ഇനി നമ്മളിപ്പോൾ വരച്ചു കൊടുത്ത ആ ഒരു കർവ് ഷേപ്പിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കുതച്ച് കൊടുക്കുക, അതായത് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ടിങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ സ്ലീവ് ഒന്ന് നന്നായിട്ടൊന്ന് നീറ്റാക്കിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കുറച്ചുകൂടി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇതുപോലെ ഞാൻ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അറ്റത്തൂടെ ഒന്ന് ഈ 2 മടക്കും ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളിത് സ്ലീവ് നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ ഒരു സ്ലീവാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ വേറൊരു നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഒരു സ്ലീവും കൂടി കട്ട് ചെയ്തിട്ടെടുക്കുക.